അല്ല, നാലാമത്തെ ഒരു കാര്യം പറഞ്ഞത്, ഓരോ വസ്തുക്കൾക്കും അതിൻ്റെ എന്ത് ചെയ്തു, ഹൽക്ക് അല്ലെങ്കിൽ ഹൈഅത്ത് നൽകി, രൂപം നൽകി. എന്തിന് രൂപം നൽകി? അതുമായി ചുറ്റിപ്പറ്റിയ കാര്യങ്ങൾ നേടാൻ വേണ്ടി. ഓരോ സംഗതിക്കും അതിൻ്റെ രൂപം നൽകി. എന്തിന്? അതുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ള ധർമ്മങ്ങൾ, ഉപകാരങ്ങളുണ്ടല്ലോ, ഗുണങ്ങൾ, അത് നേടാൻ വേണ്ടിയിട്ട്. അതിന് ഉദാഹരണം പറയുന്നത് എന്താ? ഇപ്പം കണ്ണിൻ്റെ ധർമ്മം എന്താ? പ്രധാനമായിട്ട് കാണുക എന്നുള്ളതാണ്. കാതിൻ്റെ ധർമ്മം എന്താ? കേൾക്കുക എന്നുള്ളതാണ്. കേൾക്കാൻ, കാണാൻ കണ്ണിൻ്റെ രൂപ നൽകിയത്. പക്ഷേ ആ കണ്ണുകൊണ്ട് എന്ത് ചെയ്യും? കാണുക എന്നുള്ള അതിൻ്റെ ആ ഉപകാരം അത് നേടും. അതിനുള്ള എന്ത് ചെയ്തു? മാർഗം കാണിച്ചു, വഴി കാണിച്ചു. കാണുക എന്നുള്ള കാര്യം ചെറിയ കാര്യമല്ലല്ലോ, അല്ലേ? കാണാൻ എന്തൊക്കെ വിഷയങ്ങളുണ്ട്. കാണണമെങ്കിൽ അതിൽ ഈ കാണപ്പെടുന്ന വസ്തു അത് തലകീഴായിട്ട് നമ്മളുടെ റെറ്റീനയിൽ പതിക്കുന്നു. നേത്രനാടികളിൽ കൂടെ സന്ദേശം തലച്ചോറിലേക്ക് പോകുന്നു. അതെന്താണ് എന്നുള്ളതൊക്കെ, അതിൻ്റെ ഹുക്ം വിധികളൊക്കെ കുറേ വിഷയങ്ങളുണ്ടല്ലോ കാഴ്ചയുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ കണ്ണിൻ്റെ ധർമ്മങ്ങൾ നമ്മൾ ബയോളജിയിലൊക്കെ പഠിക്കുമ്പോൾ എങ്ങനെ നമുക്ക് പഠിപ്പിക്കാം? ഒരു കണ്ണിനെ വരച്ചു കൊണ്ടുവരും. അത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇത് നമ്മളെ കണ്ണിനെയാണ് തോന്നിപ്പോകും, അല്ലേ? അതിൽ കുറേ സ്ഥലങ്ങൾ, അതിൽ കുറേ ലെൻസ്, അതിൽ കുറേ നാഡികൾ, വിഷയങ്ങൾ, കാര്യങ്ങൾ, ഇതൊക്കെ ഒരു ബോർഡ് മുഴുവൻ വരച്ചിട്ടുണ്ടെങ്കിൽ തീരുവില്ല, അത്രമാത്രം ഉണ്ടാവും. എന്നിട്ടാണ് പറഞ്ഞു തരിക. അതിൽ തന്നെ ഈ കണ്ണിനെ വരച്ചിട്ടുണ്ടെങ്കിൽ ഈ നേത്രനാടിയും കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ വേറെയാണ്. ഇതൊക്കെ പാടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും ഇതൊരു വലിയൊരു ഫാക്ടറി ആവശ്യമായിരിക്കും വരും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയൊരു ഫാക്ടറിയെല്ലാം ഉണ്ടാക്കിയത് ഒരു കൺതടത്തിൽ ഒരു കണ്ണുണ്ടാക്കിയത് കണ്ടോ. അതിൻ്റെ ഹൈഅത്താണ് നൽകിയത്. പക്ഷേ അതുമായി ചുറ്റിപ്പറ്റിയിട്ടുള്ളതായ കാര്യങ്ങളിനെ എന്ത് ചെയ്തു? അതിന് ചെറുതാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള മാർഗം കാണിച്ചു, വഴി കാണിച്ചു എന്നുള്ളതാണ്. ഓരോരാണ് ഇതിപ്പോൾ എന്താണ്? ഓരോ വസ്തുവിനും എന്താണ്? അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതായ കാര്യങ്ങൾ നേടാനുള്ള രൂപം നൽകി എന്നുള്ളത്. ഇപ്പം നാവിൽ ഇപ്പം നമ്മൾ ചായ കുടിക്കുമ്പോൾ നോക്കി നിങ്ങൾ, ആർക്കും അതിൽ ഉപ്പ് രസമല്ല. ചായയിൽ പഞ്ചസാര ഉണ്ടെങ്കിൽ അതിൻ്റെ മധുരം അത് അറിയാനുള്ള സ്വാദമുകളങ്ങളുണ്ട്. എരിവ് അറിയാനുള്ള സ്വാദമുകളങ്ങൾ വേറെ ഉണ്ട്. പുളി അറിയാനുള്ളത് വേറെ ഉണ്ട്. കയ്പ് അറിയാനുള്ളത് വേറെ ഉണ്ട്. ഓരോന്നിനും വേറെ അറിയാൻ വേറെ വേറെ മുകുളങ്ങളാണ് നാവിന് നോക്കി നിങ്ങൾ. അതാണ് അതിൻ്റെ നാവിൻ്റെ ഹൈഅത്ത് നൽകി. എന്നിട്ട് അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതായ ധർമ്മങ്ങളും ഉപകാരങ്ങളുണ്ടല്ലോ, അത് അറിയാനുള്ള കാര്യങ്ങൾ അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഒരു വിഭാഗം പറഞ്ഞു. മറ്റൊരു വിഭാഗം പറഞ്ഞത്, ഈ ആയത്തിൽ ഒരു തഖ്ദീം തഅഖീർ ഉണ്ട്. തഖ്ദീം തഅഖീർ അതെന്താ? മുന്തിപ്പിക്കലും ബിന്ദിപ്പിക്കലുണ്ട്. അല്ലദി ആത കുല്ല ഷൈഇൻ ഖൽഖഹു എന്നുണ്ടല്ലോ. അല്ലദി ആത ഖൽഖഹു കുല്ല ഷൈഇൻ എന്താ അതിൻ്റെ അർത്ഥം? അല്ലദി എങ്ങനെയുള്ളവനാണ്? അള്ളാഹു ആത അള്ളാഹു നൽകി, ഖൽഖഹു തൻ്റെ ഖൽഖിന് എന്ന് പറഞ്ഞാൽ തൻ്റെ പടപ്പുകൾക്ക്, ഖലായിഖ് എന്ന അർത്ഥത്തിൽ തൻ്റെ പടപ്പുകൾക്ക് നൽകി. കുല്ല ഷൈഇൻ എന്താ? ഇവിടെ ആദ്യം പറഞ്ഞത് എല്ലാത്തിനും നൽകി എന്നാണ്, ഖൽഖ് നൽകിയതാണ്. ഇതങ്ങനെയല്ല. പിന്നെയോ ആത നൽകി, ഖൽഖഹു തൻ്റെ പടപ്പിനെല്ലാം നൽകി. എന്താ നൽകിയത്? കുല്ല ഷൈഇൻ എല്ലാം നൽകി എന്നാണ്. എല്ലാം നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വാനങ്ങളിൽ ഭുവനങ്ങളിൽ ഉള്ള എല്ലാത്തിനും എല്ലാം നൽകി എന്നാണ് പറയുന്നത്. എല്ലാം നൽകി എന്നാണ് ആത കുല്ല ഷൈഇൻ. ഇവിടെ ഈ ആത എന്നുള്ള ക്രിയ രണ്ട് മഫൂലിലേക്ക് വരും. അതിൻ്റെ ഒന്നാമത്തെ മഫൂലാണ് ഇത്, രണ്ടാമത്തെ മഫൂലാണ് ഇത്. പക്ഷേ ഇവിടെ ഈ നമ്മൾ അവസാനം പറഞ്ഞ തഫ്സീർ പ്രകാരം ഒന്നാമത്തെ മഫൂലാണ് ആര്? ഈ ഖൽഖ്. അള്ളാഹു തൻ്റെ ഖൽഖിന് നൽകി, പടപ്പുകൾക്ക് നൽകി. എന്താ നൽകിയത്? കുല്ല ഷൈഇൻ എല്ലാ വസ്തുക്കളും നൽകിയിട്ട് അള്ളാഹു സുമ്മ ഹദാ എന്താ? ഈ നൽകപ്പെട്ട എല്ലാ വസ്തുക്കളും ഉണ്ടല്ലോ, അതിലേക്ക് അള്ളാഹു വഴി കാണിച്ചു, മാർഗം കാണിച്ചു. ഞാൻ നിങ്ങൾക്കെല്ലാം നൽകിയിട്ടുണ്ട്, അതിലേക്കുള്ള നിങ്ങൾക്കുള്ള വഴി ഇതാണ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അങ്ങനെയുള്ളവൻ ആരോ അവനാണ് ആര്? ഞങ്ങളുടെ റബ്ബ്. അപ്പോൾ താൻ റബ്ബാണ് എന്ന് വാദിക്കുന്ന ഫിർഔന് ഈ മറുപടി കേട്ടാൽ പിന്നെ താൻ എന്ത്? റബ്ബുക്കുമുൽ ആല എന്നാണ് പറയുന്നത്. ഫിർഔൻ എന്താ ഇവിടെ ഉള്ളത്? റബ്ബാണ് എന്ന് പറയാൻ ഫിർഔന് എന്താണുള്ളത്?
കണ്ട അതാണ് ഫിർഔനെ അടിച്ചിരുത്തണ അല്ലെങ്കിൽ ഇടിച്ചിരുത്തണ മറുപടിയാണ് നൽകിയത്. റബ്ബുനല്ലദീ അഅതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. ശാസ്ത്രീയമായി കുറേ വിശദീകരണങ്ങളും വിശകലനങ്ങളൊക്കെ ഈ ആയത്തിന് പറഞ്ഞത് ഉണ്ട്. പക്ഷേ നമ്മൾ പിന്നെ എപ്പോഴും തഫ്സീറുകളിൽ ഇപ്പം ഈ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടല്ലോ, ഈ പറഞ്ഞത് എല്ലാം എന്താണ് ഇവിടെ പരിഗണനയാണ്. ഈ ആയത്ത് ഈ പറയപ്പെട്ടതിനെയൊക്കെ അറിയിക്കുന്നു എന്നുള്ളതാണ്. അതിലൊന്നും എന്തില്ല ഒരു വൈരുദ്ധ്യമല്ല, പിന്നെ വ്യത്യസ്ത തലങ്ങളെയാണ് ഈ ഒരു കാര്യം ഈ പ്രയോഗം അറിയിക്കുന്നത്.